വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യവുമായി വനംവകുപ്പ്. ആനയെ മുത്തങ്ങയിൽ നിന്നും എത്തിച്ച കുക്കി ആനകളെ ഉപയോഗിച്ച് വനത്തിലേക്ക് തുരത്തും. മയക്കുവെടി വെക്കാൻ ശ്രമം നടത്തുമെന്നും വനംവകുപ്പ്. മരണപ്പെട്ട അറുമുഖന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ കൈമാറി. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ സാധിച്ചില്ലെങ്കിൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ആനയെ തുരത്താൻ മുത്തങ്ങയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ, വിക്രം എന്നീ കുങ്കിയാനകളെയും എത്തിച്ചു. വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും എരുമക്കൊല്ലിയിലെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ അറുമുഖനെ കാട്ടാന ആക്രമിച്ചത്. തുടർന്ന് വനംവകുപ്പിനെതിരെ കടുത്ത പ്രതിഷേധവും ഉണ്ടായി. അക്രമകാരിയായ ആന കാട് കയറിയെന്നാണ് പ്രാഥമിക നിഗമനം. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം നടത്തുമെന്നും സൗത്ത് വയനാട് DFO പറഞ്ഞു. ഇത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ഒരു കൂട്ടം ആനകളുണ്ട്. അതിൽ ഏത് ആനയാണ് ഈ പറയുന്ന വ്യക്തിയെ ആക്രമിച്ചതെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിലില്ല. ഇപ്പം എല്ലാം തന്നെ കാട്ടിൻ്റെ ഉള്ളിലാണ്. ഇത് കൂടുതൽ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കുങ്കി വെച്ചും അല്ലാതെ ഈ പറയുന്ന നമ്മൾ സ്റ്റാഫ് തന്നെ 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയോടെ അറുമുഖന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. കുടുംബത്തിന് നഷ്ടപരിഹാരമായി 11 ലക്ഷം രൂപ നൽകാനാണ് തീരുമാനം. ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. നിലവിൽ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് എരുമക്കൊല്ലി. മുൻപും സമാനമായ രീതിയിൽ കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രതിരോധ സംവിധാനമൊരുക്കുന്നതിൽ വനംവകുപ്പ് തികഞ്ഞ പരാജയമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അമൃത ന്യൂസ്, വയനാട്.